നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഞങ്ങൾക്ക് സംഭാവനകൾ അയച്ചു തരിക. മെമ്പർഷിപ്പ് എടുക്കുക. മെമ്പർഷിപ്പിൽ ജോയിൻ എന്ന ബട്ടണിനകത്തിൽ മെമ്പർഷിപ്പ് കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നിപ്പോൾ തീയതി 11. 9 ദിവസം കൂടെ കഴിയുമ്പോൾ അയ്യപ്പ സംഗമം നടക്കും. 20-ാം തീയതി. 22-ാം തീയതി സംഘപരിവാർ സംഘടനകളുടെയും വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും ഹിന്ദു ഐക്യവേദിയുടെയും നേതൃത്വത്തിൽ വിശ്വാസി സംഗമവും നടക്കും. 2 പരിപാടിയാണ് അയ്യപ്പൻ്റെ പേരിൽ നടക്കുന്നത്. അയ്യപ്പ സംഗമത്തിൽ പന്തളം കൊട്ടാരത്തിനെ പോയി PS പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റ് സംഘവും പോയി കണ്ടു. കൊട്ടാരത്തിൽ നിന്ന് അനുകൂലമായോ പ്രതികൂലമായോ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. കൊട്ടാരത്തിൽ നിന്ന് പറയാത്തത് കൊട്ടാരത്തിന് വലിയ തമ്പുരാനാണ് കൊട്ടാരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടത്. അപ്പോൾ വലിയ തമ്പുരാൻ ഇപ്പോൾ പന്തളത്തല്ല താമസം. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തമ്പുരാൻ്റെ തീരുമാനം വരണം. അപ്പോൾ പന്തളം കൊട്ടാരത്തിൻ്റെ ഇപ്പോഴത്തെ നിർവാഹക സമിതി സംഘം സെക്രട്ടറി MR സുരേഷ് വർമ്മ, ട്രഷറർ ദീപ വർമ്മ എന്നിവരുമായി സംസാരിച്ചു. നമ്മുടെ പ്രശാന്ത് പോയി സംസാരിച്ചു. അപ്പോൾ പങ്കെടുക്കുന്നവർ അന്തിമ തീരുമാനം അറിയിക്കാമെന്ന് സുരേഷ് വർമ്മ പിന്നീട് മാധ്യമപ്രവർത്തനങ്ങളോട് പറഞ്ഞു. മാധ്യമക്കാരോടും നമ്മുടെ പ്രശാന്തിനോടും പ്രസിഡന്റിനോടും പറഞ്ഞു വിട്ടു. വലിയ തമ്പുരാൻ നിർദ്ദേശമനുസരിച്ചായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ശബരിമല കർമ്മസമിതി നടത്തുന്ന സംഗമത്തിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് നിലപാട്. കാരണം ശബരിമല സംരക്ഷണ സമിതി എന്നുള്ള നിലയിൽ ഒരു സംവിധാനം 22-ാം തീയതി ഒരു സമ്മേളനം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കണോ, ഇതിൽ പങ്കെടുക്കണോ, രണ്ടിലും പങ്കെടുക്കണ്ടയോ? 3 ഓപ്ഷനാണല്ലോ ഉള്ളത് പന്തളം കൊട്ടാരം. ഒന്നുകിൽ രണ്ടിലും പങ്കെടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ രണ്ടിലും പങ്കെടുക്കുക. അങ്ങനെ 3 ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ ഏതെങ്കിലും കാര്യങ്ങളിൽ പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിപ്പോൾ അറിയാൻ കഴിയത്തില്ല. കൊട്ടാരവും ദേവസ്വം ബോർഡും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. അത് ഇനിയും തുടരുമെന്നും പ്രശാന്ത് പറഞ്ഞു. അവർ തമ്മിൽ നല്ല ബന്ധത്തിലാണ്. പക്ഷേ ബന്ധം ഇങ്ങനെ നിൽക്കുമ്പോഴും ഈ ശബരിമല അയ്യപ്പൻ്റെ വിഷയം വന്നപ്പോൾ, വിവാദം വന്നപ്പോൾ, സ്ത്രീ പ്രവേശനത്തിലെ വിവാദം വന്നപ്പോൾ പന്തളം കൊട്ടാരം കൃത്യമായി നിലപാടെടുക്കുകയാണ് ചെയ്തത്. ശബരിമലയെ ബന്ധപ്പെട്ട കാര്യങ്ങളിലും കൊട്ടാരം പൂർണ്ണമായി പിന്തുണ നൽകുന്നുണ്ടെന്നാണ് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞത്, PS പ്രശാന്ത് പറയുന്നത്. പക്ഷേ എന്തായാലും പന്തളം കൊട്ടാരത്തിൻ്റെ നിർദ്ദേശം വന്നിട്ടില്ല. അത് വലിയ തമ്പുരാനാണ് തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനം വരുമെന്ന് തന്നെ നമുക്ക് 20-ാം തീയതിക്ക് മുമ്പ് തീരുമാനം വരണമല്ലോ. എന്തായാലും വലിയ വിവാദത്തിലേക്കാണ് പോയിരിക്കുന്നത്. അതൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോയി എന്നുള്ളതാണ്. കേരളത്തിൽ ഇത്തരം പടപ്പുറപ്പാടിനൊന്നും ഒരു ഗവൺമെൻറ് ഇറങ്ങി പുറപ്പെടേണ്ട ഒരു കാര്യമില്ല. വെറുതെ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്ത് സമൂഹത്തിൽ ഇതൊക്കെ വെളുക്കാൻ തേച്ചത് പാണ്ടാകും എന്നുള്ള രീതിയിലാണ്. ഇതുകൊണ്ടൊന്നും ഹിന്ദു വോട്ട് മറിക്കാനോ പിടിക്കാനൊന്നും കഴിയത്തൊന്നുമില്ല. അങ്ങനെ മാത്രമല്ല, മറ്റുള്ള സമുദായത്തിലുള്ള ആളുകളുടെ ഒരു ഇതും വരും. എന്തിനാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത്? ക്രിസ്ത്യാനികളുടെ സംഗമം നടത്തുന്നില്ലല്ലോ, മുസ്ലിങ്ങളുടെ സംഗമം നടത്തുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള നിലയിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രശാന്ത് എന്തായാലും ദേവസ്വം പ്രസിഡന്റ് സതീശനെ കാണാൻ, VD സതീശനെ പ്രതിപക്ഷം കാണാൻ പോയി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നുകൊണ്ട് കാണാൻ പറ്റിയില്ല. കല്യാണമൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ, പോസ്റ്റ്മാൻ ഇട്ടിട്ട് പോകും പോലെ അത് ഇട്ടിട്ട് പോയി എന്നുള്ള പരാതി പിന്നെ വന്നു. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു, എന്നെ വിളിക്കാതെ എന്നോട് വിളിച്ചൊരു അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കാതെയാണ് വന്നത്. ശരിയാണ്, പ്രതിപക്ഷ നേതാവാണല്ലോ. അപ്പോൾ എല്ലാവരെയും കാണാം. ഈ വിസിറ്റേഴ്സിനെ കാണുന്ന സമയം വേറെ സമയമാണ്. അല്ലാതെ ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾ ദേവസ്വം പ്രസിഡന്റ് ഒക്കെ ആകുമ്പോൾ ഒരു ടൈം എടുത്ത് പോകുന്നതല്ലേ നല്ലത്. കാരണം അവർ കുറച്ചുകൂടി ഒരു മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കും പ്രതിപക്ഷ നേതാവ്. പക്ഷെ അതൊന്നും നടന്നില്ല എന്നുള്ളതാണ് സംഭവിക്കുന്നത്. എന്തായാലും പന്തളം കൊട്ടാരം ഒരു നിർണായകമായ തീരുമാനം എടുക്കേണ്ടതുണ്ട്. അവരെടുക്കുന്ന തീരുമാനത്തിന് വലിയ വിലയുണ്ട് കേരളത്തിൽ. പ്രത്യേകിച്ച് അയ്യപ്പനെ സംബന്ധിച്ച്, ശബരിമലയെ സംബന്ധിച്ച് പന്തളം കൊട്ടാരത്തിൻ്റെ തീരുമാനത്തിനും വലിയ തമ്പുരാൻ്റെ തീരുമാനത്തിനൊക്കെ വലിയൊരു വാക്കും ഒരു സേയും ഉള്ളൊരു നാടാണിത്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്ന്.